ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗാർ മേളയിലൂടെ 51,000 നിയമന പത്രങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തീരുമാനത്തെ വിമർശിച്ച് CPIയും പ്രതിപക്ഷവും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയക്കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. തൃശൂരും എറണാകുളവും തൊട്ടുപിന്നിൽ. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡൽഹിയിലേക്ക് മടങ്ങി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് ഉച്ചയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരുന്നു മടക്കം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി VN വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ രാഷ്ട്രപതിക്ക് യാത്രയയപ്പ് നൽകി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ചൊവ്വാഴ്ച വൈകുന്നേരം കേരളത്തിലെത്തിയ രാഷ്ട്രപതി ശബരിമല സന്ദർശിച്ചതിനു പുറമെ തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വനിതാ നേതൃത്വത്തിനു കീഴിലുള്ള സമൂഹം കൂടുതൽ മനുഷ്യത്വപൂർണവും കാര്യക്ഷമവുമാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. രാഷ്ട്ര നിർമ്മാണത്തിലും സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങളിലും കേരളത്തിലെ സ്ത്രീകൾ നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി അനുസ്മരിച്ചു. Active participation of women is necessary for the country to leverage its demographic dividend. A society led by women leaders is likely to be more human while being more efficient. I am confident that this generation of young women students will lead India into becoming Dikshit Bharat by 2047. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ VN വാസവൻ, P രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാജ്യത്തെ യുവതയുടെ സ്വപ്ന സാഫല്യത്തിനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന റോസ്ഗാർ മേളകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17ാമത് ദേശീയ തൊഴിൽ മേളയുടെ ഭാഗമായി 51,000 നിയമന പത്രങ്ങൾ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേന്ദ്ര സർക്കാരിൽ ജോലി നേടിയവർ മികവും ആത്മവിശ്വാസവും രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്തുടനീളം 40 കേന്ദ്രങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കോഴിക്കോട്ട് കേന്ദ്ര സഹമന്ത്രി V സോമണ്ണയും മേളയിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 10 ലക്ഷം പേർക്ക് നിയമനം നൽകിയതായി ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിനുള്ള അവസരമാണ് സർക്കാർ സേവനമെന്ന് ശ്രീ V സോമണ്ണ അഭിപ്രായപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ 1,158 കോടി രൂപയാണ് ഇതിനകം സംസ്ഥാനത്തിന് നഷ്ടമായത്. PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിലൂടെ 1,476 കോടി രൂപ സംസ്ഥാനത്തിന് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിടുന്നത് സാങ്കേതികപരം മാത്രമാണെന്നും കേരളത്തിന്റെ പാഠ്യപദ്ധതിയോ പാഠപുസ്തകങ്ങളോ ഇതുമൂലം മാറില്ല എന്നും ശ്രീ വി ശിവൻകുട്ടി വ്യക്തമാക്കി. PM ശ്രീയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില വാദഗതികൾ വരുന്നു. ആ വാദഗതികൾ വെറും സാങ്കേതികം മാത്രമാണ്. 2023 വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താൽപര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത്. അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ. NEP 2020 പറയുന്ന പല കാര്യങ്ങളും കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. കേരളത്തിന്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം സംസ്ഥാനത്ത് തുടരുകയാണ്. സർക്കാരിന്റേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിബന്ധനകളിൽ എതിർപ്പ് അറിയിക്കാതെയാണ് സംസ്ഥാനം പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. PM ശ്രീയിൽ CPIM നടത്തിയത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. പത്രവാർത്തകളിലൂടെ അറിഞ്ഞ കാര്യങ്ങളെ CPIക്ക് അറിയൂ എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രവിഹിതമായ
തുല്യമായ പണം കേരളത്തിന് നഷ്ടപ്പെടാൻ പാടില്ല എന്നതിനാലാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര ഫണ്ടില്ലാതെ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാവില്ല എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് മഞ്ഞ ജാഗ്രത. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിന് പുറമെ ബംഗാൾ ഉൾക്കടലിലും വരും ദിവസങ്ങളിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ മഴ തുടരും. കേരള തീരത്ത് മറ്റന്നാൾ വരെയും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസം ഇനി ഒരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ അടച്ചിടുന്നതായി തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം വാമനപുരം നദിയിലും കരമനയാറിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ നദികളിൽ യാതൊരു കാരണവശാലും ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1267 പോയിന്റുകളുമായി വിജയക്കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. 144 സ്വർണവും 104 വെള്ളിയും 124 വെങ്കലവുമാണ് തിരുവനന്തപുരം ഇതുവരെ നേടിയത്. 583 പോയിന്റുമായി തൃശൂർ രണ്ടാമതും 496 പോയിന്റുമായി കണ്ണൂർ മൂന്നാമതുമാണ്. ഗെയിംസിലും അക്വാട്ടിക്സിലും തിരുവനന്തപുരമാണ് മുന്നിൽ. എന്നാൽ അത്ലറ്റിക്സിൽ പാലക്കാട് മേധാവിത്വം തുടരുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് കാസർഗോഡ് കുട്ടമത്ത് GHSSലെ സോന മോഹൻ ജൂനിയർ ഡിസ്കസ് ത്രോയിൽ 38.64 എറിഞ്ഞാണ് 7 വർഷമായി നിലനിന്നിരുന്ന റെക്കോർഡ് സോന തിരുത്തിയത്. ജൂനിയർ ഗേൾസ് 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൃന്ദ RS വേഗതയേറിയ താരമായി. സബ് ജൂനിയർ ഗേൾസ് 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ തിരുവനന്തപുരം തുണ്ടത്തിൽ MVHSSലെ ആജുഷി അവന്തിക 29.63 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് റെക്കോർഡിട്ടു. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ വെഞ്ഞാറമൂട് ഗവൺമെന്റ് HSSലെ വിദ്യാലക്ഷ്മി 30.15 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് സ്വർണം നേടി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ രാവിലെ 11 മണിക്ക് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 127ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും ദൂരദർശനിലൂടെയും മൻ കി ബാത്ത് കേൾക്കാം. GST പരിഷ്കാരങ്ങൾ നികുതി സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാര്യക്ഷമമായ നികുതി സംവിധാനം സാമ്പത്തിക വളർച്ചയെ സഹായിക്കുമെന്നും ഗാസിയാബാദിൽ GST ഭവൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. ലളിതമായ GST രജിസ്ട്രേഷൻ പദ്ധതി അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശമെന്ന് കേന്ദ്ര സഹമന്ത്രി V സോമണ്ണ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പുനർവികസന പ്രവർത്തികൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വലിയ തുകയാണ് കേന്ദ്രം അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിലും പരിസരത്തും പൂർണ്ണമായ ശുദ്ധജല വിതരണം ഉറപ്പുവരുത്തുന്ന സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പ്രവർത്തന സജ്ജമായി. പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ തിങ്കളാഴ്ച നിർവഹിക്കും. കടുത്ത കുടിവെള്ള ക്ഷാമം അനുഭവിച്ചിരുന്ന സീതത്തോട്, പെരുന്നാട് പഞ്ചായത്തുകൾക്കും കുടിവെള്ളത്തിനായി കാട്ടരുവികളെ ആശ്രയിച്ചിരുന്ന അട്ടത്തോട്, ളാഹ പ്രദേശവാസികൾക്കും സ്ഥിരമായ ജലവിതരണം ഇതിലൂടെ ഉറപ്പാക്കാനാവും. ശബരിമല നട തുറക്കുന്ന സമയങ്ങളിലെ ടാങ്കർ ലോറി വഴിയുള്ള കുടിവെള്ള വിതരണം പൂർണ്ണമായും ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 344 പോയിന്റ് നഷ്ടത്തിൽ 84,211ലും നിഫ്റ്റി 96 പോയിന്റ് കുറഞ്ഞ് 25,795ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. 11,400 രൂപയും പവന് 91,200 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. എറണാകുളം സെയിന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി.
കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗാർ മേളയിലൂടെ 51,000 നിയമന പത്രങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തീരുമാനത്തെ വിമർശിച്ച് CPIയും പ്രതിപക്ഷവും. സംസ്ഥാനത്തെന്നും ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയക്കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.